പരപ്പനങ്ങാടി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. കേസെടുത്താൽ പോരല്ലോ, ഇയാളെ പിടികൂടിയോ? ഇത്തരം കേസുകൾ, സൈബർ കേസുകളിലൊക്കെ വളരെ പതുക്കെയാണ് അന്വേഷണ സംഘം നീങ്ങാറുള്ളത്. ഈ കേസിൽ എങ്ങനെയാണ്? ഈ കേസിൽ പോലീസ് ഈ യുവാവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ യുവാവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പോലീസിനെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ഈ യുവാവിന് അവൻ സാധാരണ ഉപയോഗിക്കുന്നതല്ലാതെ മറ്റൊരു മൊബൈൽ ഫോൺ കൂടി ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ കുറെ അധികം സിമ്മുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഇവന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് സമാനമായി നിരവധി ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പുകളിൽ നിന്ന് ഏകദേശം 800-ലധികം പെൺകുട്ടികളുടെ ഫോട്ടോകളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും ഒക്കെ തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സ്മൃതി, ഈ വിഷയത്തിൽ ഇതെങ്ങനെയാണ് പുറത്തു വരുന്നത് എന്ന കാര്യം കൂടി എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന ഈ യുവാവ്, വള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഈ ചെറിയ ഒരു പയ്യനാണ്. ഈ യുവാവ്, അതായത് ഈ യുവാവിന്റെ വീടിന് അടുത്തുള്ള ആളുകൾ, ഒപ്പം തന്നെ ഇവന്റെ ബന്ധുക്കൾ, അതുപോലെ തന്നെ ഇവനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകൾ, അവരുടെ, അതായത് ആ പെൺകുട്ടികളുടെ ഫോട്ടോകളാണ്. അതിൽ പ്രായഭേദം ഇല്ലാതെ, അതായത് ചെറിയ മക്കൾ, അതായത് 5 വയസ്സ് മുതൽ അങ്ങ് 40-30 വരെ വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ ഫോട്ടോകളാണ് ഇവൻ പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കുന്നത്. അന്വേഷിക്കണം ഷാദ. ഫോട്ടോയിൽ ഒരു ചെറിയ പയ്യനാണ്. ഇത്രയും ഇതൊരു കച്ചവടമായി തന്നെ, ഒരു ബിസിനസ്സായി കണ്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഷാദ്. അതോടൊപ്പം ഇത് ഇയാൾ ഒറ്റയ്ക്കാണോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പോലീസ് എന്താണ് അറസ്റ്റിന് വൈകുന്നത് ഷഹദ്? പോലീസ് പറയുന്നത്, അതായത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള, അതായത് സാന്ദ്രയുടെ പരാതിയിൽ പരപ്പനങ്ങാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റ് പോലീസ് സ്റ്റേഷനിൽ ഏകദേശം നമ്മൾക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് ഏകദേശം 8 പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കേസുകളിലും അതിന് മതിയായിട്ടുള്ള തെളിവുകളില്ല എന്ന ഒരു വാദമാണ് പോലീസ് ഉന്നയിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമുക്കറിയാം, ഈ യുവാവിന്റെ ഫോൺ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ചാറ്റ് ലിസ്റ്റുകൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ടെലഗ്രാമുകളൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ റിക്കവർ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനും സാധിക്കും. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ സഹിതമാണ് പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ ആ തെളിവുകൾ മതിയാകില്ല എന്ന ഒരു കാര്യമാണ് പോലീസ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ യുവാവിന്റെ കുടുംബത്തിന് രാഷ്ട്രീയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ആ യുവാവിന്റെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്വാധീനം പല ഘട്ടങ്ങളിൽ ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്.